നിലമ്പൂർ പെരുവമ്പാടത്ത് കാട്ടാനയുടെ ആക്രമണം. വീടിന്റെ ജനൽ തകർത്തും വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്ക് തള്ളിയിട്ടും പരാക്രമം. രാത്രി 12 മണിയോടെയാണ് സംഭവം. വെട്ടിക്കുഴി ഔസേപ്പച്ചന്റെ വീടിന്റെ ജനലാണ് തകർത്തത്. വെട്ടിക്കുഴി തങ്കച്ചന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്കാണ് മറിച്ചിട്ടത്. 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ജനവാസ മേഖലയിലാണ് കാട്ടാനയുടെ പരാക്രമം. ഇല്ലിക്കൽ അസീസ് പടക്കം പൊട്ടിച്ച് കാട്ടാനയെ ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ കാട്ടാന വീട്ടുമുറ്റത്തേക്കെത്തി. വീടിന്റെ ജനൽ തകർക്കാൻ ശ്രമിച്ചെങ്കിലും വീട്ടുകാർ ഒച്ചവെച്ചതോട് പിന്മാറി. 2 മണിക്കൂറോളം നാട്ടുകാരെ ഭീതിയിലാക്കി. 10:30ഓടെയാണ് എടക്കോട് വനമേഖലയിൽ നിന്നും കാട്ടാന പെരുവമ്പാടത്തേക്ക് എത്തിയത്. ഏറെ നേരം പണിപ്പെട്ടാണ് കാട്ടാനയെ കാടു കയറ്റിയത്. ആന രാത്രിയിൽ വന്ന് ഒച്ച കേട്ടപ്പോൾ, വാഴ കുത്തുന്ന ഒച്ച കേട്ടപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി നിന്നു. ഇവിടെ നിന്നു. അപ്പോൾ ആന അവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾ ടോർച്ച് അടിച്ചപ്പോൾ നേരെ ഞങ്ങൾ ആക്രമിക്കാൻ വന്നു. അപ്പോൾ ഞാനും ഉണ്ട്, അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്, പിള്ളേരും എല്ലാവരും ഉണ്ട്. അവർ ഓടി പെരക്കകത്ത് കയറി വാലടച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. ആന തിരിച്ചു പോയി. അത് കഴിഞ്ഞൊരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ പെരയ്ക്ക് ചുറ്റും നടപ്പുണ്ടായിരുന്നു ആന പെരയ്ക്ക് ചുറ്റും നടക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ ലൈറ്റ് അടിച്ച് വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ ആന പിന്നെ പോയി. പിന്നെയും ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ആന രണ്ടാമത് ചീറി വരുന്നത്. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങാൻ പേടിച്ചിട്ട് ജനലിൽ കൂടെ ലൈറ്റ് അടിച്ചപ്പോഴാണ് ആ ഭാഗത്തുനിന്ന് ആന വന്ന് ഞങ്ങളുടെ വീടിന് കുത്തി നിലച്ചിട്ട് പൊട്ടിക്കുന്നതും ഞങ്ങളെല്ലാവരും കരഞ്ഞ് പുറത്തേക്ക് പോയതും. വില കുറക്കാൻ പറ്റില്ല, അതാണ് സംഭവിച്ചത്. അകത്തേക്ക് ഓടിയത്. ഞങ്ങൾ ഇവിടെ ആന വന്നെന്ന് പറഞ്ഞാൽ രാത്രി 10 മണിക്ക് 10:30ക്കാണ് ഇപ്പം ലോറൻസിനെ വിളിക്കുന്നത്. ഈ ലോറൻസ് വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടുന്ന് റോഡിലൂടെ കയറി, എൻ്റെ വീട് തൊട്ട് മുകളിലാണ്. അവിടെ നേരെ വരുമ്പോൾ റോഡിൽ ആന നിൽക്കുകയാണ്. അതിൽ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ആന കണ്ടോടുകൂടി ജേഷൻ്റെ വീട്ടിലേക്ക് ഓടി വന്നു. അതോട് ഞങ്ങൾ അങ്ങോട്ട് അകത്തോട്ട് കയറിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ ഒരു അരമണിക്കൂറോളം ഇവിടുന്ന് അനങ്ങാതെ നിൽക്കുകയായിരുന്നു. പിന്നെ അകത്ത് അങ്ങോട്ടും പോയില്ല. പിന്നെ RRTനെ വിളിച്ചു നോക്കി. അവർ പറഞ്ഞു ആന പോകുന്നില്ല എന്നുണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞു. പിന്നെ ഇത് നടക്കുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്, ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ എത്തി. കാരണം ഇതുവരെയും കൃഷിക്കായിരുന്നു. ഇപ്പം ഞങ്ങളെ വീടും കൂടി തകർക്കുന്നതിലേക്ക് എന്താണ് ഇത് ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ ഞങ്ങളെ നാട് കടത്തുക, അതല്ലെങ്കിൽ ആനയെ നാട് കടത്തുക. ഞങ്ങൾക്ക് അതേ പറയാനുള്ളൂ. പൂച്ചാലിൽ കുഞ്ഞച്ചന്റെ വീട്ടുമുറ്റത്തെ തെങ്ങും തകർത്തു. ചാലിയാർ പഞ്ചായത്തിലെ വെട്ടേക്കോട് ഭാഗത്തും കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.